നമസ്കാരം. ഒരു ധനമന്ത്രി എങ്ങനെയായിരിക്കണം? സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ബജറ്റ് അവതരിപ്പിച്ച് കാണിക്കേണ്ടതെന്ന് കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി എത്തിയ ആ ഒരു ദൃശ്യം മാത്രം മതി ഈ സർക്കാരിന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. സാധാരണ ധനമന്ത്രിമാർ ബജറ്റിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ സാങ്കേതിക കാര്യങ്ങളിൽ വ്യക്തത നൽകാനും വലിയ കണക്കുകളൊക്കെ ഓർത്തെടുക്കാനും ധനകാര്യ സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂടെ ഇരുത്താറുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ മുൻ ധനമന്ത്രി ബാലഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചുറ്റും ഉദ്യോഗസ്ഥരുടെ വലിയൊരു പട തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വന്നത് ഒറ്റയ്ക്കാണ്. സങ്കീർണമായ സകല ധനകാര്യ കണക്കുകളും വികസന പദ്ധതികളും സ്വന്തം തലച്ചോറിൽ കൃത്യതയോടെ സൂക്ഷിച്ചുകൊണ്ട് ഒരൊറ്റ സഹായിയുടെയും പിന്തുണയില്ലാതെ മാധ്യമങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും നെഞ്ചുവിരിച്ചു മറുപടി നൽകിയ സതീശൻ ശരിക്കും ജനങ്ങളുടെ പ്രിയങ്കരനായി മാറുകയാണ്. അതേസമയം ഈ ബജറ്റിനെ കുറിച്ച് ഒരു ലൈവ് റിവ്യൂ നടത്താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഇരുവശത്തുമായി 3 സഹായികൾ വേണമായിരുന്നു. ബജറ്റ് അവതരണത്തിനിടയിൽ മറ്റൊരു രസകരമായ കാഴ്ച കൂടി ഉണ്ടായിരുന്നു. ബജറ്റ് അവതരണത്തിനിടയിൽ മുഖ്യമന്ത്രി 1 അല്ല 3 തവണയാണ് തന്റെ വാച്ചിലേക്ക് നോക്കിയത്. സമയം അധികം കളയാനില്ലെന്ന് കൃത്യമായ ബോധ്യമുള്ളതുപോലെ വാച്ച് നോക്കുന്നതിന് പിന്നാലെ വാക്കുകൾക്കിടയിലെ സമയം കുറയുന്നതും ബജറ്റ് പ്രസംഗത്തിന്റെ വേഗം കൂടുന്നതും നമുക്ക് കാണാമായിരുന്നു. അനാവശ്യമായ വാചക കസർത്തുകളൊന്നും ഇല്ലാതെ 96 പേജുള്ള വലിയ ബജറ്റ് പുസ്തകം വെറും 1 മണിക്കൂർ 39 മിനിറ്റ് കൊണ്ടാണ് ധനമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ വായിച്ചു തീർത്തത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മുഴുനീള ബജറ്റ് പ്രസംഗങ്ങളിൽ ഒന്നായി സതീശന്റെ ഈ അവതരണത്തെ കാണാൻ പറ്റും. മുൻപ് 1987 മുഖ്യമന്ത്രിയായിരിക്കെ വെറും 6 മിനിറ്റ് കൊണ്ട് ബജറ്റ് അവതരിപ്പിച്ച ഇ.കെ. നായനാരുടെ പ്രസംഗമാണ് റെക്കോർഡിലുള്ളതെങ്കിലും അത് വെറും 3 പേജ് മാത്രമുള്ള പ്രസംഗമായിരുന്നു. അതുപോലെ 2015 ബാർക്കോഴ ആരോപണത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ കയ്യാങ്കളിക്കിടയിൽ കെ.എം. മാണി മിനിറ്റുകൾക്കകം പ്രസക്ത ഭാഗം മാത്രം വായിച്ച് അവസാനിപ്പിച്ചതും ചരിത്രമാണ്. എന്നാൽ ഒരു പൂർണ്ണ ബജറ്റ് ഇത്രയും വേഗതയിലും കൃത്യതയിലും അവതരിപ്പിച്ചതിൽ വി.ഡി. സതീശൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തി ജനങ്ങളെ മുഷിപ്പിച്ചത് CPM നേതാവ് തോമസ് ഐസക് ആയിരുന്നു. 2021 3 മണിക്കൂർ 18 മിനിറ്റ് നീണ്ട പ്രസംഗമാണ് ഐസക് നടത്തിയത്. 2ാം സ്ഥാനത്തുള്ളതും ഐസക്കിന്റെ തന്നെ പ്രസംഗമാണ് 2 മണിക്കൂർ 57 മിനിറ്റ്. 3ാം സ്ഥാനത്ത് 2016 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ 2 മണിക്കൂർ 54 മിനിറ്റിന്റെ പ്രസംഗമാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ധനമന്ത്രി K.N. ബാലഗോപാൽ ഉമ്മൻചാണ്ടിയുടെ തൊട്ടടുത്തെത്തി 4ാം സ്ഥാനം നേടി. 2 മണിക്കൂർ 53 മിനിറ്റ് നീണ്ട പ്രസംഗം. മണിക്കൂറുകളോളം നീട്ടിപ്പാടി ബജറ്റ് പ്രസംഗം നടത്തിയിട്ടൊടുവിൽ പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് സമ്മാനിച്ചത് എന്തായിരുന്നു? 5 ലക്ഷം കോടിയുടെ കടുത്ത കടക്കിണിയും അതിനു പുറമെ ട്രഷറിയിൽ പൂഴ്ത്തിവെച്ച 87,000 കോടിയുടെ മറഞ്ഞിരിക്കുന്ന കനത്ത കടബാധ്യതകളും. ശമ്പളവും പെൻഷനും കൊടുക്കാൻ കാശില്ലാതെ ഫോണിലും റെയിലും കോടികൾ വെള്ളത്തിലൊഴുക്കി സംസ്ഥാനത്തെ സാമ്പത്തിക അരാജകത്വത്തിലേക്ക് തള്ളിയിട്ടവരാണ് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. ആ വലിയ തകർച്ചയിൽ നിന്നാണ് വെറും 1 മണിക്കൂർ 39 മിനിറ്റ് കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത തിരിച്ചുപിടിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ വി.ഡി. സതീശൻ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആർ ശങ്കറിനും സി അച്യുതമേനോനും ഇ.കെ. നായനാർക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം മുഖ്യമന്ത്രി പദവിയിലിരുന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി കൂടിയായി വി.ഡി. സതീശൻ മാറിയിരിക്കുകയാണ്. 1960-64 കാലത്ത് ആദ്യം ഉപമുഖ്യമന്ത്രിയും തുടർന്ന് മുഖ്യമന്ത്രിയുമായ ആർ ശങ്കർ ആയിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി. 6 ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിനുശേഷം 71 അച്യുതമേനോനും 87 നായനാരും 2016 ഉമ്മൻചാണ്ടിയും ധനവകുപ്പിന്റെ അധിക ചുമതല വഹിച്ച കാലത്ത് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ റെക്കോർഡിൽ വി.ഡി. സതീശൻ 5ാമത്തെ ആളാണ്. എന്നാൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആർ ശങ്കറിന് ശേഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് വെറും അധിക ചുമതലയായിട്ടല്ല, മറിച്ച് മുഴുവൻ സമയ ധനമന്ത്രി എന്ന റോൾ അതീവ വിപ്ലവകരമായി കൈകാര്യം ചെയ്യുന്ന ആദ്യ നേതാവാണ് വി.ഡി. സതീശൻ. മുൻ സർക്കാർ വരുത്തിവെച്ച സകല കടബാധ്യതകളെയും കൃത്യമായി അഭിസംബോധന ചെയ്ത് റബ്ബറിന് 250 രൂപ തറവിലയും പാവപ്പെട്ടവർക്കായി 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിച്ച ഈ ബജറ്റ് ഭാവി കേരളത്തിനുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റാണ്. വാക്കുകളിൽ വിപ്ലവം പ്രസംഗിക്കാതെ പ്രവൃത്തിയിൽ വികസനം കാണിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഈ ഒരു വൺ മാൻ ഷോയ്ക്ക് മുന്നിൽ പ്രതിപക്ഷം പൂർണ്ണമായും പതറിപ്പോയിരിക്കുകയാണ്.